ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രി സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ അത് ഇച്ചിരിയും കൂടി ഈസി ആയിരിക്കും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. വചനം പഠിക്കും തോറും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം ആരാണ് എഴുതിയതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ചില ആളുകൾ പറയുന്നു അത് അപ്പസ്തോലനായ പൗലോസാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണം പൗലോസിന്റെ എഴുത്തിനൊരു ഭാഷാ ശൈലി ഉണ്ടായിരുന്നു. ഇനി ചില ആളുകൾ പറയുന്നു, വേദപണ്ഡിതാക്കൾ പറയുന്നു അത് അപ്പലോസാണ് എഴുതിയിരിക്കുന്നത്. ഇനി ചില ആളുകൾ പറയുന്നു അത് ബർന്നബാസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇനി മറ്റു ചിലർ പറയുന്നു അക്കിലാവോ പ്രിസ്കില്ലയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയത് ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ഇന്നലെ ലിൻസയിലൂടെയും കൊച്ചുമോൾ ആൻറ്റിയിലൂടെയും നമ്മൾ കേട്ടല്ലേ വചനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തുവാന്ന്. നമ്മൾ ഏത് ഭാഗമെടുത്താലും ഈ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനമാണ്. വചനത്തിന് അതിൻ്റെ പ്രവൃത്തിയെ തേപ്പാൻ കഴിയും. എബ്രായർക്ക് എഴുതിയ ലേഖന കർത്താവ് എന്ന് കൂടുതലായിട്ട് പറയാം. ആ വ്യക്തി എബ്രായ മതത്തിൽ നിന്നും, അതായത് യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനിയായവരെ, അതായത് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന എബ്രായ ക്രിസ്ത്യൻസിനെ ഓർത്താണ് ക്രിസ്ത്യാനികൾക്ക്, അതായത് എബ്രായ വിശ്വാസികൾക്കാണ് എബ്രായർക്ക് എഴുതിയ ഈ ഒരു ലേഖനം എഴുതിയത്. മെയിനായിട്ടും അവരെ ഉദ്ദേശിച്ചാണ്. എന്നാൽ ഇത് ഇന്ന് നമ്മൾക്കും ഇനി ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ ആരൊക്കെ വരാനുണ്ടോ അവർക്കെല്ലാം പ്രയോജനപ്പെട്ട ഒരു ലേഖനമാണ്. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു പുസ്തകമായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇതൊരു ലെറ്ററാണ് കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ മനസ്സ് ലേഖന കർത്താവിലൂടെ വിശ്വാസികൾക്ക് എഴുതി കൊടുത്തേക്കുവാണ്. ഇതിന്റെ മുഖവുര ഓൾറെഡി നമുക്കറിയാം. ഇത് ഏത് സന്ദർഭത്തിലാണ് എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ ഈ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് ഒരുപാട് പീഡയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇവർക്കൊരു ടെൻഡൻസി ഉണ്ടായി. എന്തുവാന്നോ, അവർ വന്ന പഴയ ആ മതത്തിലേക്ക് മടങ്ങിപ്പോവാൻ. അങ്ങനെ അവർ മടങ്ങിപ്പോവാൻ, കുറെ പേരെങ്കിലും മടങ്ങിപ്പോവാൻ ഇടയായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എഴുത്തുകാരനിലൂടെ അവരോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആ യേശുക്രിസ്തു ഉണ്ടല്ലോ, അവിടുത്തെക്കാട്ടിലും വലിയവൻ മറ്റൊന്നുമില്ല. അത് നിങ്ങൾ കഴിച്ചു പോന്ന ആരാധനയെക്കാട്ടിലും നമ്മുടെ യേശുക്രിസ്തു ശ്രേഷ്ഠനാണ്. ന്യായപ്രമാണത്തിൽ നിങ്ങൾ ആരെയൊക്കെ കണ്ടിട്ടുണ്ടോ അവരെക്കാട്ടിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠനാണ്. അവിടുത്തെ പോലെ വലിയവൻ ആരുമില്ല. അതുകൊണ്ട് മുന്നോട്ട് പോവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുത്തുകാരനിലൂടെ എഴുതിയ ഒരു ലേഖനം, അതായത് ലെറ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാട്ടിലും വലിയവൻ. 1-2 അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട് യേശു ക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും വലിയവൻ. 2-ാമത്തെ അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു മുന്നറിയിപ്പാ. ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പിന്മാറിപ്പോയാൽ വരുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് നമ്മൾ എങ്ങനെ തെറ്റിയൊഴിവാനായിട്ട് ഇടയായിത്തീരും. 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആരും അത് മറന്നിട്ടില്ല. യേശു ക്രിസ്തു മോശയെക്കാട്ടിലും വലിയവൻ. പിന്നെ ആ 3-ാം അധ്യായത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. എന്തുവാ? നിങ്ങൾക്കാർക്കും അവിശ്വാസമുള്ള ഒരു കഠിന ഹൃദയം ഉണ്ടാകരുത്. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേഖനകർത്താവ് ഇപ്രകാരം പറയുന്നു, അവിശ്വാസമുള്ള ഹൃദയമുള്ളത് കൊണ്ട് നിങ്ങൾ ആരും കർത്താവ് വെച്ചിരിക്കുന്ന ആ സ്വസ്ഥതയിൽ
പ്രവേശിക്കാതിരിക്കരുത്. അതിൻ്റെ അർത്ഥം അവിശ്വാസമുള്ള കഠിന ഹൃദയം നിങ്ങൾക്കാർക്കും ഉണ്ടാകരുത്. 3-ാമത്തെ അധ്യായത്തിന്റെ കണ്ടിന്യൂവേഷനാണ് 4-ാമത്തെ അധ്യായം. അവിശ്വാസമുള്ള ഹൃദയമുണ്ടെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. എന്നിട്ട് അങ്ങനെ താഴേക്ക് വരുമ്പോൾ 4-ാമത്തെ അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിന്റെ തൊട്ടു മുകളിലായിട്ട് നമ്മൾ കാണുക 14-ാം വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. എന്നിട്ട് 5-ാമത്തെ അധ്യായത്തിൽ വന്ന് ഈ ലേഖനകർത്താവ് വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുവാണ്. ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുവാണെങ്കിൽ 1 മുതൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വേഴ്സ്, അതിനൊരു ഹെഡിങ് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ പറയാനൊക്കും: യേശു ക്രിസ്തു അഹരോനെക്കാട്ടിലും വലിയവൻ. മനസ്സിലായോ? ഒന്ന് കൈ പൊക്കിക്കേ മനസ്സിലായവരൊക്കെ. നമ്മൾ പഠിക്കുക, ഞാൻ പ്രസംഗിക്കുവല്ല, നമ്മൾ പഠിക്കുക. യേശു ക്രിസ്തു അഹരോനെക്കാട്ടിലും വലിയവൻ. നമുക്ക് വായിക്കാം. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതുവേ എടുത്തിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ നിയമകാലത്ത് ദൈവം പുരോഹിത ശുശ്രൂഷ കൊടുത്ത് ആക്കി വെച്ച ഒരു വ്യക്തിയാണ് ആര്? ഒന്ന് പറഞ്ഞേ. അഹരോൻ അല്ലേ? അതിനുവേണ്ടി നമുക്കൊരു ഭാഗം വായിക്കാം. അപ്പോൾ ഇച്ചിരിയും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. എക്സോഡസ് ചാപ്റ്റർ 26 അതിന്റെ 1. ആരെങ്കിലും എടുത്തവരെ ആരായാലും അത് പെട്ടെന്ന് വായിക്കണേ. തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ. അല്ലല്ല, അതല്ല. 26 ആണോ എടുത്തേക്കുന്നേ? 26-ന്റെ 1. ഒരു നിമിഷം. 28-ന്റെ 1 ആണോ? 28-ന്റെ 1. സോറി, 28-ന്റെ 1. നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, ഈഥമാർ എന്നിവരെയും തന്നെ. അതായത് അപ്പോ എക്സോഡസ്, പുറപ്പാട് പുസ്തകത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അഹരോൻ. ദൈവം പൗരോഹിത്യ ശുശ്രൂഷ കൊടുത്ത് പുരോഹിതനായിട്ട് നിയമിച്ച ഒരു വ്യക്തിയായിരുന്നു പഴയ നിയമത്തിലെ അഹരോൻ. പുരോഹിത ശുശ്രൂഷ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അഹരോനും അഹരോന്റെ സന്തതികൾക്കുമാണ് ദൈവം പുരോഹിത ശുശ്രൂഷ കൊടുത്തിരുന്നത്. അഹരോൻ ഏതു ഗോത്രത്തിൽപ്പെട്ടവനാണ്? ലേവി ഗോത്രത്തിൽപ്പെട്ടവനാണ് അഹരോൻ. ലേവിക്ക് 3 മക്കളുണ്ട്. അതിൽ അഹരോന്റെ ഫാമിലിക്ക് മാത്രമാണ് ദൈവം പുരോഹിത ശുശ്രൂഷ കൊടുത്തിരുന്നത്. ഇത് ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ്. ഇനി പുരോഹിത ശുശ്രൂഷയുടെ ഒരു മാനദണ്ഡം പ്രത്യേകമായിട്ട് അവിടെ പറയുന്നില്ല എങ്കിലും ഈ ഒരു അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടവൻ. അപ്പോൾ പുരോഹിതൻ, പഴയ നിയമത്തിലൊന്നും ദൈവം ഒരു ദൂതനെ പുരോഹിതനായിട്ട് ഒടേൻ ചെയ്തതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യനെയാണ് ദൈവം പുരോഹിതനാക്കി വെച്ചത്. ഇനി താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ ഒരു ഭാഗം അവിടെ കാണുന്നു. മറ്റുള്ളവരോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണ് ദൈവമാക്കി വെച്ച ഈ മഹാപുരോഹിതൻ. അഹരോനെ പോലെ
ദൈവം വിളിച്ചിട്ടല്ലാതെ മഹാപുരോഹിത ശുശ്രൂഷ ആരും ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ഏറ്റെടുക്കുവാൻ ശ്രമിച്ച പലരുടെയും കാര്യം പഴയ നിയമത്തിൽ നമുക്കറിയാം. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശമൂവേൽ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ശൗൽ രാജാവ് ശമൂവേൽ യാഗം കഴിക്കാൻ വരുക. കുറച്ച് സമയം ഒന്ന് താമസിച്ചപ്പോ ശൗൽ എന്ത് ചെയ്തു? സ്വന്തമായിട്ട് രാജാവായിരുന്ന ശൗല് സ്വന്തമായിട്ട് പുരോഹിതന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് അങ്ങ് ചെയ്യുവാൻ തുടങ്ങി. അതിന്റെ ഫലം എന്തുവാ സംഭവിച്ചേ? രാജത്വം കീറിയിട്ട് കൂട്ടുകാരന്റെ മേൽ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ശൗല് പട്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇനിയും വേറൊരുദാഹരണം പറയാം. എക്സോഡസ് ചാപ്റ്റർ ആ ഒരു ഭാഗത്തിൽ നമ്മൾ വീണ്ടും അങ്ങോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്, ഈ അഹരോന്റെ ഫാമിലിക്കാണ് പൗരോഹിത്യം കൊടുത്തതെന്ന് പറഞ്ഞു. എന്നാൽ ലേവി ഗോത്രത്തിലുള്ള കോരഹിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അവര് മോശയോടും അഹരോനോടും മത്സരിപ്പാനായിട്ടിടയായി തീർന്നു. അവിടെ അങ്ങോട്ട് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമ്മളൊരു ഭാഗം കാണുന്നുണ്ട്, പൗരോഹിത്യത്തെ അവർ ആഗ്രഹിച്ചെന്നൊക്കെയാ പറയുന്നത്. അതിന്റെ ഫലം എന്തോ ഉണ്ടായത്? കോരഹിനെയും അവനോട് ചേർന്നവരെയും ഒക്കെ എന്തോ പറ്റി? ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. ഇനി അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോ ഉസിയ രാജാവിനെ കുറിച്ച് ഇവിടെ മിക്കവർക്കും അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഉസിയ രാജാവ്, അദ്ദേഹം യഹൂദ ഗോത്രത്തിലെ ഒരു രാജാവായിരുന്നു. ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട ഒരു വ്യക്തി. എന്നാൽ ആലയത്തിൽ ചെന്ന് യാഗപീഠത്തിൽ ധൂപം വെക്കാൻ തുടങ്ങിയപ്പോൾ എന്തു പറ്റി? ജീവിത അവസാനത്തോളം ആലയത്തിൽ നിൽക്കുമ്പോൾ തന്നെ, ആ ധൂപപീഠത്തിന്റെ അടുക്കെ നിൽക്കുമ്പോൾ എന്തോ പറ്റി? കുഷ്ഠം പൊങ്ങി. അവനവന്റെ ജീവിത അവസാനം വരെ കുഷ്ഠരോഗിയായിട്ട് തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പഴയ നിയമത്തിൽ ദൈവം ഒരു വ്യക്തിക്ക് പോലും പുരോഹിത ശുശ്രൂഷയും ശമൂവേൽ പ്രവാചകന് കൊടുത്തിട്ടുണ്ട്, ന്യായാധിപ ശുശ്രൂഷയും കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം ഒരു പ്രവാചകനുമായിരുന്നു. എന്നാൽ വേറൊരു വ്യക്തിക്കും 2-3 ശുശ്രൂഷയൊന്നും കൊടുത്തതായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണാനില്ല. ദൈവത്താൽ നിയമിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ പുരോഹിത ശുശ്രൂഷ അനുവദിച്ചിരുന്നുള്ളൂ. ഇനി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ മഹാപുരോഹിതൻ എന്തുവാ ചെയ്യുന്നത്? മഹാപുരോഹിതൻ ജനത്തിനും ദൈവത്തിനും മധ്യേ നിന്നുകൊണ്ട് ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗവും വഴിപാടും ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവനായിരുന്നു. മഹാപുരോഹിതനാകുന്ന അഹരോന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാനൊക്കത്തുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ടാബർനക്കിൾ, നിങ്ങൾ ചിന്തിക്കണം, സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്താണ് എന്തു ഇരിക്കുന്നത്? കൃപാസനം. കൃപാസനത്തിലാണ്, കെരൂബുകളുടെ മധ്യയാണ് ദൈവ തേജസ് ഇറങ്ങുന്നത്, അല്ലേ? ആണോ? എഗ്രി ചെയ്യുന്നു? അങ്ങനെയെങ്കിൽ മഹാപുരോഹിതനാകുന്ന അഹരോന് വർഷത്തിൽ ഒരിക്കൽ, ഇന്നലെ കൊച്ചുമോളാൻറ്റി അത് പ്രത്യേകം പറഞ്ഞു, നിയോഗിക്കപ്പെട്ട സമയത്ത്, നിയോഗിക്കപ്പെട്ട ആ ഒരു ദിവസം മാത്രമേ എന്തോ പറ്റത്തുള്ളൂ, ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗം കഴിച്ചിട്ട് ആ യാഗരക്തവുമായിട്ട് കടന്നു ചെല്ലുവാൻ പറ്റത്തുള്ളൂ, അല്ലേ? എന്നാൽ അതിനു മുന്നേ, അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നതിന് മുന്നേ ഈ മഹാപുരോഹിതൻ താനും പാപം വന്നു പോകാം, തന്നിലും പാപം വന്നു പോകാം. അതുകൊണ്ട് അഹരോനും അഹരോന്റെ കുടുംബത്തിനും വേണ്ടി യാഗം കഴിക്കണം. എന്നിട്ട് വേണം ഈ ബാക്കിയുള്ളവരുടെ പാപത്തിന് വേണ്ടി യാഗം കഴിച്ചിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. അതിനർത്ഥം ഈ പഴയ നിയമത്തിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ട എല്ലാ പുരോഹിതന്മാരും ബലഹീനരായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ മനുഷ്യരാ, അവരിൽ പാപമുണ്ടായിരുന്നു. അവർ ആദ്യമേ തന്നെ അവരുടെ പാപത്തിന് പരിഹാരം വരുത്തി യാഗം കഴിക്കണം. എന്നിട്ടേ ബാക്കിയുള്ള ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു പോകുവാൻ സാധിച്ചിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്തോ പറ്റും? നമുക്കെല്ലാം അറിയാം എന്തോ പറ്റും.
അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പുരോഹിതനിൽ പാപമുണ്ട് എങ്കിൽ അവൻ അവിടെ മരിച്ചു വീഴുവാനായിട്ട് ഇടയായിത്തീരും. നിസിയാന്ന് തോന്നുന്നു അത് സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഈ വസ്ത്രത്തിൽ ഇങ്ങനെ മണി പോലെ, അതായത് കിലുങ്ങുന്ന ചങ്ങല പോലെ കെട്ടിയിട്ടാ പോകുന്നത്. ഇത് അനക്കം നിന്നാ പുറത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കിക്കോണം, മഹാപുരോഹിതനകത്ത് മരിച്ചു കിടക്കുക. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന പഴയ നിയമത്തിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ പുരോഹിതന്മാരെല്ലാം സ്വയമേ ബലഹീനരായിരുന്നു. ഇനിയും അങ്ങോട്ട് വായിക്കാം. 5-ാമത്തെ വേഴ്സിലേക്ക് വന്നു. ഔവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തില്ല. നീ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നതെന്ന് അവനോട് അരുൾ ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്ന് പറയുന്നു. ഇവിടെ 5-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുക, അഹരോനെ മാറ്റി നിർത്തിയിട്ട്, അഹരോനെ പറഞ്ഞു നിർത്തിയിട്ട് പറയുവാണ്, ഔവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. എവ്വണ്ണം ക്രിസ്തുവും, ഔവണ്ണം എന്നാണ് അവിടെ പറയുന്നത്. എവ്വണ്ണം എന്ന് വെച്ചാൽ 4-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം എടുത്തിരുന്നില്ല. ഔവണ്ണം ക്രിസ്തുവും സ്വന്തമായിട്ട് ദൈവം മഹത്വീകരിക്കേണ്ടതിന് മഹാപുരോഹിതനായ ഒരു വ്യക്തിയല്ല നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പിതാവായ ദൈവം തന്നെ അവിടുത്തെ പുത്രനെ ആ മഹാപുരോഹിതനായിട്ട് ഒഡെയിൻ ചെയ്തതാണ്. അതാണ് അങ്ങോട്ടുള്ള ഭാഗത്ത് പറയുന്നത്, നീ എൻ്റെ പ്രിയപുത്രൻ എന്ന്, പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുൾ ചെയ്തവൻ അവന് കൊടുത്തതത്രേ. മനസ്സിലായോ? പിന്നെ 6-ാമത്തെ ഇത് വേഴ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാം, അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ഈ മൽക്കീസെദെക്ക് ആരാന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 18. ശാലേം രാജാവായ മൽക്കീസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഈ മൽക്കീസെദെക്കിനെ നമ്മള് ബൈബിളിലെങ്ങും വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിയല്ല. വളരെ ചുരുക്കം സെന്റൻസിൽ മാത്രമാണ് മൽക്കീസെദെക്കിനെ ദൈവവചനം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ശുഭശ്രു വായിച്ചതുപോലെ മൽക്കീസെദെക്ക് അവിടെ ആരായിരുന്നു? അദ്ദേഹം ശാലേം രാജാവായിരുന്നു. പിന്നെ അവിടെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. മൽക്കീസെദെക്ക് എന്തുവാ ചെയ്തേ? അബ്രഹാം ജയിച്ചു വന്നപ്പോൾ അപ്പവും വീഞ്ഞുമായിട്ട് പൂർവപിതാവായ അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു, അല്ലെ? എതിരേറ്റ് എന്നിട്ട് ഈ അബ്രഹാം പിതാവ് മൽക്കീസെദെക്കിന്, പുരോഹിതനാകുന്ന മൽക്കീസെദെക്കിന് താൻ കൊണ്ടുവന്ന കൊള്ളയുണ്ടല്ലോ, അതിൽ നിന്ന് ദശാംശം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹം ഒരു രാജാവാണ്. മൽക്കീസെദെക്ക് ഒരു പുരോഹിതനാണ്. മൽക്കീസെദെക്കിനെ കുറിച്ച് നമ്മൾ പിന്നെ നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ ആരംഭം എവിടുന്നോ ഈ വ്യക്തിയുടെ അവസാനം എവിടുന്നോ ദൈവവചനം നമ്മളെ കാണിക്കുന്നില്ല. അവന് അപ്പനില്ല, അവന് മാതാവില്ലെന്നൊക്കെ പറയുന്നു. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരുമ്പോൾ മൽക്കീസെദെക്കിനെ കുറിച്ച് പഠിക്കും. മൽക്കീസെദെക്കിന് ആദ്യവുമില്ല, മൽക്കീസെദെക്കിന്
അന്തവുമില്ല. മൽക്കീസദേക്കിന്റെ വംശപാരമ്പര്യം ഒന്നും തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിന്റെ ഒരു നിഴലാണ്. കർത്താവായ ക്രിസ്തുവിന്റെ ഒരു സദൃശ്യനാണ് പഴയ നിയമത്തിൽ ദൈവവചനം നമ്മളെ പരിചയപ്പെടുത്തുന്ന മൽക്കീസദേക്ക്. എന്ന് വെച്ചാൽ ദൈവപുത്രനാകുന്ന ക്രിസ്തുവിന് അവിടുത്തേക്ക് ആദ്യമില്ല, അവിടുത്തെ അന്തമില്ലാത്തവനാണ്. നമ്മുടെ കർത്താവ് ആരാ? അവിടുന്ന് ആൽഫയാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവ് ഒമേഗയാണ്, അല്ലേ? അവിടുന്ന് സർവശക്തനാണ്. മൽക്കീസദേക്ക് രാജാവായിരുന്നപ്പോൾ തന്നെ അവൻ ഒരു പുരോഹിതനായിരുന്നു. നമ്മുടെ കർത്താവ് ആരാ? രാജാതിരാജൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ലഭശീഥനാദലം, നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനാകുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമുക്ക് എത്ര പേർക്ക് ഇന്ന് ഒന്ന് കർത്താവിനെ കൈ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ടെ. ഇത് ടീച്ചിങ് സ്റ്റഡി ആയാലും ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ദൈവത്തിന് നമ്മളെ മഹത്വം കൊടുക്കണം. നമ്മൾ എത്ര സ്തുതിച്ചാലും നമ്മുടെ അപ്പനെ എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാകത്തില്ല. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ മൽക്കീസദേക്ക് പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ഒരു നിഴല്, ഒരു സദൃശ്യം. പക്ഷെ മൽക്കീസദേക്ക് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാ പറയുന്നത് അവൻ ശാലേം രാജാവായിരുന്നെന്ന്. ബൈബിളിൽ പക്ഷെ മൽക്കീസദേക്കിനെ കുറിച്ച് ഒരു രേഖകളും വെളിപ്പെടുത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം മൽക്കീസദേക്ക് ക്രിസ്തുവിന് സദൃശ്യനായിട്ട് നിൽക്കുന്നു. പിന്നെ അങ്ങനെ താഴേക്ക് വരുമ്പോൾ 7ാമത്തെ സെന്റൻസ്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. 7ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ പീഡനത്തെ കുറിച്ച്, കർത്താവ് എത്രത്തോളം ഗോൽഗോത്ത തൊട്ട് ഗത്സമന തൊട്ട് ഗോൽഗോത്ത വരെ കർത്താവ് എത്രത്തോളം പീഡയിലൂടെ കടന്നുപോയി എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സുവിശേഷത്തിൽ നമുക്ക് കാണാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു പ്രത്യേകതയുണ്ട്. വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടും പിന്നത്തേതിൽ കാണുന്ന വേറിട്ട് പോയി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തുവിനെയാ ദൈവവചനം നമ്മളെ വരച്ചു കാട്ടുന്നതല്ലേ, നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു ക്രിസ്തുവിനെയാ പഠിപ്പിക്കുന്നത്. ഇനി ഗത്സമന തോട്ടത്തിലെ കാര്യം നിങ്ങളെല്ലാ ശ്രദ്ധയിലേക്ക് വാ. ഗത്സമനയിലേക്ക് നമുക്ക് പോകാം. അതിനായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 43 ആരെങ്കിലും ഒന്ന് വായിക്കണേ. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്തിൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. ആ 22-ന്റെ ആ തുടക്കം ഒന്ന് വായിക്കുവോ? പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ 12 കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദയിൽ സാത്താൻ കിടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു. അവൻ വാക്ക് കൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കാൻ തക്കം അന്വേഷിച്ചു പോന്നു. അതിന്റെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു ദൂതന്റെ കാര്യം പറയുന്നതിന് തൊട്ടു മുമ്പിലുള്ള ഭാഗം ഒന്ന് വായിക്കാവോ? ഇപ്പോ ആ 22-ാം അധ്യായം 43-ന്റെ കുറച്ചൊരു 40 തൊട്ട് അങ്ങോട്ടൊന്ന് വായിക്കും. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. അവൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
അതായത് ഇവിടെ പറയുന്നു, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഈ നമ്മൾ ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, കർത്താവ് ഗെത്സമനയിൽ എന്തുവായി? വളരെ പ്രാണവേദനയിലായി. എന്തുകൊണ്ടാണ് നമ്മുടെ യേശു കർത്താവ് പ്രാണവേദനയിലായത്? അവനിൽ ഒരിക്കലും പാപമില്ലായിരുന്നു. പാപമില്ലാത്തവനെ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്കുണ്ട്, പാപമാക്കപ്പെടുക ചെയ്തത്. അവനിൽ ഒരു തെറ്റും കാണുവാനില്ല. 3 കോടതി മാറി മാറി വിസ്തരിച്ചല്ലേ നമ്മുടെ കർത്താവിനെ. എന്നിട്ട് അവര് 3 പേരും പറഞ്ഞ കാര്യമുണ്ട്, ഇവനിൽ ഒരു തെറ്റും കാണുവാനില്ല. നമ്മുടെ കർത്താവിൽ ഒരു തെറ്റും കാണാത്ത കർത്താവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ പാപമില്ലാത്തവനിൽ ചുവത്തപ്പെട്ടു. പിതാവ് സൈലന്റ് ആയിരുന്നു അല്ലേ? പാപമില്ലാത്ത ക്രിസ്തുവിൽ ഈ ലോകത്തിന്റെ പാപങ്ങളൊക്കെ ചുമത്തപ്പെട്ടപ്പോൾ ദൈവം അനുഭവിച്ച ആ ഒരു പ്രാണവേദന, തുടർന്ന് അങ്ങോട്ട് വായിച്ചപ്പോൾ നമ്മൾ ആ വായിച്ചതിൽ കേട്ടു പ്രാണവേദനയിലായെന്ന്. രക്തം, വിയർപ്പ് എന്ത് കൊടുത്തു? രക്തത്തുള്ളികളായിട്ട് താഴെ വീഴുവാനായിട്ട് തുടങ്ങി. എന്നിട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ നമ്മൾ ആരും ചിന്തിക്കല്ലേ, അവൻ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നു. മരിക്കാനാ ക്രിസ്തു വന്നത്, മരണത്തിൽ നിന്ന് രക്ഷിക്കാനല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. കർത്താവിനെ ആ ഗെത്സമനയിൽ ഒരു പരിധിവരെ ഏറ്റവും ദൈവത്തെ വേദനപ്പെടുത്തിയ കാര്യം, അത്രയും നേരം കൂടെ ഉണ്ടായിരുന്ന പിതാവ് എന്ത് കൊടുത്തു? സൈലന്റ് ആയി. പിതാവ് സൈലന്റ് ആയിട്ടിരുന്നു. പിന്നെ പാപമില്ലാത്ത യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ കുറിച്ച് എന്തുവാ പറയുന്നേ? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ നിഷ്കളങ്കനാകുന്ന ദൈവ കുഞ്ഞാടിന്മേൽ മനുഷ്യകുലത്തിന്റെ പാപത്തെ ചുമത്തപ്പെട്ടു. ദൈവം അതിവേദനയിലായി. ഈ ഒരു സമയത്ത് ദൈവം പ്രാർത്ഥിച്ചു പിതാവിനോട്. മരണത്തിൽ നിന്ന് വിടുവിക്കാനല്ല ദൈവം പ്രാർത്ഥിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ മരണത്തിൽ കൂടെ എന്നെ വിടുവിക്കണമേ ദൈവമേ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലേ? തീർച്ചയായിട്ടും ഉത്തരം കിട്ടി. എന്ത് സംഭവിച്ചു? ആ ഗെത്സമന തോട്ടത്തിൽ പിതാവ് എന്തുകൊടുത്തു? ദൂതനെ ഇറക്കി ദൈവത്തെ ശക്തീകരിച്ചു. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ പ്രാണപ്രിയനെ ഒന്ന് കർത്താവ് പിതാവ് ഒന്ന് ശക്തീകരിച്ചു. എന്തിനാ? ഗോൽഗോൽത്ത വരെ പോണം എനിക്കും നിങ്ങൾക്കും വേണ്ടി. നമ്മൾ എപ്പോഴും പാടുന്ന പാട്ടില്ലേ, ദൈവമേ നിൻ മരണം കൊണ്ടെൻ്റെ വൻ നരകം നീ അകറ്റി. ഇതിന് നമുക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിന്മേൽ 3 ആണിയിൽ കിടന്നപ്പോ എന്നെ നിങ്ങളെ ഓർത്തു? നമ്മുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിതാവേ, എല്ലാം ഇതാക്കി ഒരാൾ വരുന്നുണ്ട്, ഇന്ന് ഞാൻ ചൊരിയപ്പെട്ട ഈ രക്തം അവൾക്കും വേണ്ടിയാ. അങ്ങനെ നമ്മളെ രക്ഷിപ്പാൻ കർത്താവ്, ആ രക്ഷിപ്പാനായിട്ട് കർത്താവ് എന്തോ കൊടുത്തു? മിണ്ടാതിരുന്നെന്നാ പറയുന്നേ. 3 ദിവസം കൊണ്ട് മന്ദിരം പണിയുമെന്നല്ലേ പറയുന്നേ, പൊളിച്ചിട്ട്. ഇറങ്ങി വാ പറഞ്ഞു അല്ലേ? ഇറങ്ങി വാ. ദൈവം മിണ്ടിയോ? ദൈവം മിണ്ടിയില്ല. എന്തിനാന്നറിയാവോ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ മിണ്ടാതിരുന്നത് അല്ലേ? നമ്മൾ അങ്ങനല്ലേ പഠിക്കുന്നത്, നമ്മൾ അങ്ങനല്ലേ മനസ്സിലാക്കുന്നത് നമ്മളുടെ ദൈവത്തെ. മിണ്ടാതിരുന്നു ദൈവം. രോമം കത്രിക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ നമ്മുടെ കർത്താവിനെ കൊണ്ടുപോയി. രോമം കത്രിക്കുന്നവരുടെ മുന്നേ ഒരു കുഞ്ഞാടിനെ പോലെ അവിടുന്ന് മിണ്ടാതിരുന്നു. നമ്മളുടെ പാപം അവൻ്റെ മേൽ ചുമത്തപ്പെടുത്തു. ഇതെല്ലാം നമുക്ക് വേണ്ടിയാ ദൈവം ചെയ്തത്. ഇവിടെ പിന്നെ താഴെ അങ്ങോട്ട് വായിക്കുമ്പോൾ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവം ഗെത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് ദൂതനെ ഇറക്കി പുത്രനെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ശക്തീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ അങ്ങോട്ട് വരുമ്പോൾ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു.
എന്ന് വെച്ചാൽ ഇത് വായിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കല്ലേ നമ്മൾ സേവിക്കുന്ന കർത്താവ് അനുസരണമില്ലാത്ത ഒരു വ്യക്തിയാന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പീഡയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, ഈ ഗത്സമന തൊട്ട് ഗോൽഗോൽത്ത വരെ കർത്താവ് എത്രത്തോളം പീഡയിലൂടെ കടന്നു പോന്നു, അവിടെ മുമ്പ് പറഞ്ഞ പോലെ മിണ്ടാതിരിക്കുമായിരുന്നു. അതിൽ നിന്ന് കർത്താവ് പ്രൂവ് ചെയ്യുമായിരുന്നു കർത്താവ് ഏറ്റവും തികഞ്ഞവൻ. പലപ്പോഴും നമ്മൾ പലരെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളെ യഥാർത്ഥമായിട്ട് അറിയണമെങ്കിലുണ്ടല്ലോ ഒന്ന് നോവിച്ചാൽ മതി. നമ്മളുടെ ഉള്ളിലുള്ളത് പുറത്തു വരുവാൻ ഇല്ലെങ്കിൽ വാസ്തവമായിട്ട് നമ്മൾ ആരാന്ന് അറിയണമെങ്കിൽ നമ്മളെ ഒന്ന് ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ മതി. എന്നാൽ ഇത്രയും ഒരു മനുഷ്യൻ പോലും സഹിക്കാത്ത പീഡയിലൂടെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കടന്നുപോയ നമ്മുടെ കർത്താവ്, ആ കടന്നുപോയ വഴിയിലൊക്കെയും അതിലൂടെ കർത്താവ് പ്രൂവ് ചെയ്യുമായിരുന്നു ദൈവം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, കർത്താവ് പിതാവ് വെച്ചിരുന്ന ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ദൈവം വന്നതല്ലേ, നമുക്ക് വേണ്ടി യാഗമായി തീരാൻ. ആ ശുശ്രൂഷ അതിലൂടെ കർത്താവ് ദൈവം ആഗ്രഹിച്ച, പിതാവ് ആഗ്രഹിച്ച ആ ഒരു ശുശ്രൂഷയെ മൊത്തത്തിൽ അതിൽ ഒരു കുറവ് പോലും വരാതെ അതിനെ തികച്ചെടുപ്പാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ താഴെ അങ്ങോട്ട് പറയുവാണ് 10ാമത്തെ വാക്യം. ഇത് നിങ്ങൾക്ക് 7 തൊട്ട് 9 വരെ പറഞ്ഞത് മനസ്സിലായോ? അതിൽ എന്തെങ്കിലും ഒന്നുകൂടി പറയണോ? ഇതിലൂടെ പഠിച്ചവനെന്നല്ല, നമ്മുടെ കർത്താവ് അനുസരണം പഠിക്കുവല്ലായിരുന്നു. ഇതിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പ്രൂവ് ചെയ്യുമായിരുന്നു ദൈവം പെർഫെക്റ്റാ, ദൈവം പെർഫെക്റ്റാ. ഒരു പരിധിവരെ കർത്താവ് പിതാവ് എന്തേൽപ്പിച്ചോ, എന്ത് വേല കൊടുത്തോ, എന്തിനാണോ അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്, അതതിൻ്റെ പൂർണ്ണതയിൽ തികച്ചെടുക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയുവാണ്, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. സങ്കീർത്തന പുസ്തകം 110:4 ഒന്ന് വായിച്ചേ, ഞാൻ പെട്ടെന്ന് തീർക്കാം കേട്ടോ. നീ 110 മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്നെ യഹോവ സത്യം ചെയ്തു അനുതപിക്കുകയുമില്ല. ഈ ഒരു അവസ്ഥയിലൂടെ, ഈ ഒരു പീഡയിലൂടെയും ഒക്കെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ നമ്മളുടെ പിതാവ് പറയുവാണ്, നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നും എന്നേക്കും ഒരു മഹാപുരോഹിതൻ എന്നുള്ള നാമം ലഭിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അഹരോന്യ പൗരോഹിത്യത്തെക്കാട്ടിലും നമ്മളുടെ കർത്താവിന് ലഭിച്ച ആ മഹാപുരോഹിത പദവി ഉണ്ടല്ലോ, അതൊരു യുണീക്കായിരുന്നു, അത് എറ്റേണൽ ആയിരുന്നു. എന്ന് വെച്ചാൽ മൽക്കീസദേക്ക് എവിടെ പോയെന്നോ എവിടെ നിന്ന് വന്നെന്നോ അവസാനം എന്താന്നോ നമുക്കറിയത്തില്ല. അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ മഹാപുരോഹിതൻ ആക്കി പിതാവ് ഒഡെയിൻ ചെയ്തത് അതൊരു യുണീക്കായിരുന്നു, അത് എറ്റേണൽ ആണ്. എന്നാൽ അഹരോന്റെ പൗരോഹിത്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അഹരോന്യ പൗരോഹിത്യം ഒരു ടെമ്പററി ആണ്. എന്ന് വെച്ചാൽ അഹരോൻ ഒരു സർട്ടൺ പീരീഡ് മാത്രമേ പുരോഹിതനായിട്ടിരിക്കത്തുള്ളൂ. അഹരോൻ മരിച്ചു കഴിയുമ്പോൾ എന്ത് കൊടുക്കുക? അവന്റെ മക്കള് ആരെങ്കിലും പുരോഹിതനാവുക. പിന്നെ അഹരോന്യ പൗരോഹിത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനായതുകൊണ്ട് അവർക്ക് പാപമുണ്ടായിരുന്നു. അവര് നേരത്തെ പറഞ്ഞതുപോലെ സ്വയം പാപത്തിന് വേണ്ടി പരിഹാരം വരുത്തിയിട്ടാണ് മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി യാഗവും വഴിപാടും അർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ ഒക്കത്തുള്ളൂ. അതൊരു ഷോർട്ട് പീരീഡ് വെച്ചതായതുകൊണ്ട് അത് തലമുറകളോളം ഇങ്ങനെ കൈമാറപ്പെട്ടിരുന്ന ഒരു പൗരോഹിത്യമാണ്. എന്നാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വായിച്ചു പറഞ്ഞ എന്തുവാ, അവിടുത്തെ പൗരോഹിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൗരോഹിത്യം എന്നും എറ്റേണൽ ആണ്, അത് യുണീക്കാണ്. നമ്മൾ ഈ വായിച്ചു കേട്ട ഈ മഹാപുരോഹിതന് ഒരു പ്രത്യേകതയുമുണ്ട്. നമ്മുടെ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്തുവാ? അവിടുന്ന് നിർമ്മലനാണ്, അവിടുന്ന് നിഷ്കളങ്കനാണ്, അവിടുന്ന് സ്വർഗത്തെക്കാട്ടിലും ഉന്നതനാണ്, അവിടുന്ന് പാപമില്ലാത്തവനാണ്. ഇങ്ങനെ ഏതു പുരോഹിതനെയാണ്
പഴയ നിയമത്തിൽ ദൈവം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ആരെയും തന്നെ പരിചയപ്പെടുത്തുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നും എന്നേക്കും ആ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, വെറും ഒരു മഹാപുരോഹിതനല്ല, അവിടുന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരുന്ന് ഇന്നും ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം കൂടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുവാണ്. അഹരോനെക്കാട്ടിലും എത്രയോ അധികം ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മളുടെ ബലഹീനതകളിൽ, ഇല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനാണ്. നമ്മൾ ഒരുപാട് പേര് തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ ഒരുപാട് പേര് പല വേദനയിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് ദൈവമക്കളാകുന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, എനിക്കൊരു മഹാപുരോഹിതനുണ്ട്. എൻ്റെ മഹാപുരോഹിതൻ എവിടാ? മരിച്ചുയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് എങ്ങോട്ടാ പോയത്? പിതാവിന്റെ വലത്ത് ഭാഗത്തേക്ക്, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. 4-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അന്തരീക്ഷത്തിലൂടെ കടന്നുപോയ. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് സ്വർഗത്തേക്ക് കടന്നുപോയി പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് അവിടുന്ന് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ആ പക്ഷപാതത്തിന്റെ ഫലമാണ് പലപ്പോഴും നമ്മളെ വെട്ടാതെ ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ചേക്കുന്നത്. എത്രയോ തവണ നമ്മളുടെ സ്വഭാവം കണ്ടിട്ടും ആ തോട്ടക്കാരൻ പറഞ്ഞു, തോട്ടത്തിന്റെ ഉടയവൻ പറഞ്ഞു, വെട്ടിക്കള, ഒരു പ്രയോജനവുമില്ല. എന്നാൽ തോട്ടക്കാരൻ പറഞ്ഞു, ഇല്ല, ഈ വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ ഇതിനൊരു പക്ഷേ വെള്ളവും വളവും ഒക്കെ ഇട്ട് നോക്കാം, ഈ വർഷമെങ്കിലും കായ്ച്ചാലോ. അങ്ങനെയൊക്കെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തത് കൊണ്ടാണ് ഇന്ന് പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും നമ്മളെല്ലാം നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എത്ര വലിയ മഹാപുരോഹിതനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ മഹാപുരോഹിതൻ തീർച്ചയായിട്ടും അതായത് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ദൈവവൈതലിനോട് അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിപ്പാൻ ശക്തനായിട്ടുള്ള ഒരു മഹാപുരോഹിതനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു അനുഭവം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അത് പറയാതെ വിടാനൊക്കത്തില്ല. ബൂത്ത് ടക്കർ എന്നൊരു ദൈവദാസനിൽ നിന്ന് ഞാൻ കേട്ടാണ്. ബൂത്ത് ടക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി സാൽവേഷൻ ആർമിയുടെ ഒരു പ്രീച്ചറായിട്ടൊക്കെ വരും. അദ്ദേഹം അതായത് വിവാഹം കഴിച്ചത് സാൽവേഷൻ ആർമി സ്ഥാപകന്റെ എം ബൂത്ത് എന്നാ പറയുന്നത് അല്ലെ, എം ബൂത്തിന്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം അതായത് ഈ ബൂത്ത് ടക്കർ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ വന്ന് ദൈവത്തെ അറിയാത്ത ഒരുപാട് ആളുകളുടെ ഇടയിൽ ദൈവവചനവുമായിട്ട് കടന്നു ചെല്ലുകയും ഭാഗം ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഒരു ദിവസം ഇദ്ദേഹം ചിക്കാഗോയിൽ സാൽവേഷൻ ആർമിയുടെ ഒരു മെസ്സേജ് എടുത്തപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അതായത് നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മളോട് അലിവ് കാണിക്കാനും ദയ കാണിക്കാനും ഒക്കെ പ്രാപ്തിയുള്ള വ്യക്തിയാന്ന് പറഞ്ഞപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു മനുഷ്യൻ ഇദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യ കുറച്ച് ദിവസം മുന്നേ മരിച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾ അവർ അമ്മയ്ക്ക് വേണ്ടി കരയുക, നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയെങ്കിൽ നിങ്ങൾ ഇന്ന് പ്രീച്ച് ചെയ്ത കാര്യം ഒരിക്കലും പറയത്തില്ലായിരുന്നെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബൂത്ത് ടക്കറിന്റെ വൈഫ് തന്നെ കാണാൻ വരുമ്പോൾ ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചു പോവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഫ്യൂണറൽ സമയത്ത് ബൂത്ത് ടക്കർ ഇപ്രകാരം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരു വ്യക്തി എന്നോട് ഇപ്രകാരം പറഞ്ഞു, യേശു ക്രിസ്തു അദ്ദേഹത്തിന്റെ വൈഫ് ഇപ്പോൾ മരിച്ചു, എന്നാൽ കുഞ്ഞുങ്ങള് അമ്മയ്ക്ക് വേണ്ടി കരയുക. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന എനിക്ക് എൻ്റെ വേദന നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് പറയാനൊക്കെ എന്തുവാ, കർത്താവ് കമ്പാഷനേറ്റ് ആണ്. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം നമ്മളുടെ ബലഹീനതകളിൽ നമ്മളെ താങ്ങുവാൻ ശക്തനാണ്. അങ്ങേർക്ക് അതായത് ഈസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയെന്ന് പറഞ്ഞു. എന്നാൽ ആ വ്യക്തിയോട് എനിക്ക് പറയാനുണ്ട്, ഇന്ന് എൻ്റെ വൈഫ് മരിച്ചു കിടക്കുക, എൻ്റെ ഹൃദയം ബ്രോക്കണ, എൻ്റെ ഹൃദയം അങ്ങ് ആടി ഒലഞ്ഞ അവസ്ഥയാ.
എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ധൈര്യത്തോടു കൂടെ പറയാനൊക്കും, എൻ്റെ ഹൃദയം ക്രഷാണെങ്കിലും എൻ്റെ ദൈവം ഉണ്ടല്ലോ, ഞാൻ സേവിക്കുന്ന ഈ പുരോഹിതൻ, മഹാപുരോഹിതൻ എൻ്റെ ഹൃദയത്തിൽ ഒരു സോങ്, അതായത് ഒരു പാട്ട് തന്നിട്ടുണ്ട്, ഒരു സമാധാനത്തിൻ്റെ പാട്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ ഇന്ന് എൻ്റെ ഭാര്യയുടെ ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് എനിക്ക് ധൈര്യത്തോടെ പറയാനൊക്കും, എൻ്റെ കർത്താവ് നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങളിൽ നമ്മളോട് അനുകമ്പയുള്ള വ്യക്തിയാണ്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് ആ മറ്റേ വ്യക്തി, ഇദ്ദേഹത്തോട് വാദിച്ച വ്യക്തി വന്നിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം എഴുന്നേറ്റ് ആ ഭാര്യ കിടന്ന ആ ഒരു പെട്ടിയുടെ താഴെ അവിടെ മാറി നിന്ന് മുട്ടുകുത്തി അന്ന് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നു. തീർച്ചയായിട്ടും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്, നമ്മുടെ സാഹചര്യങ്ങളിൽ അനുകമ്പ കാണിപ്പാൻ കഴിയുന്ന എത്ര വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതനെയാണ് ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾ മറന്നു പോകല്ലേ. ഇത് ഇത്രയും പറഞ്ഞ വാക്യമാണ്. എന്തുവാ ഇതിന്റെ ഹെഡിങ്? എന്തുവാ ഞാൻ പറഞ്ഞത്? നിങ്ങൾ മറന്നുപോയോ? ഹെഡിങ് എന്തുവാ പറഞ്ഞേ? യേശു ക്രിസ്തു അഹ്റോനെക്കാട്ടിലും വലിയവൻ. ഇതെന്താ പറയാൻ കാര്യം? എബ്രായ യഹൂദ ക്രിസ്ത്യൻസ് ഒരുപാട് പീഡയിലൂടെ കടന്നു പോവായിരുന്നല്ലേ. അവര് പിന്മാറിപ്പോവാ ഭയങ്കര പ്രയാസത്തിലൂടെ. അവരോട് പറയുക, നിങ്ങൾ പഴയ നിയമത്തിലുള്ള നിങ്ങളുടെ അഹരോൻ, ആ പൗരോഹിത്യമില്ല, ആ പുരോഹിതനെക്കാട്ടിലും വലിയവനാണ് നിങ്ങൾ ഇന്ന് പിൻപറ്റിയിരിക്കുന്ന നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവെന്ന് അവരോട് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ വചനത്തിൽ നിന്ന് എഴുത്തുകാരൻ, അതായത് പരിശുദ്ധാത്മാവ് എഴുത്തുകാരിലൂടെ കാട്ടിക്കൊടുക്കുവാണ് നമ്മുടെ യേശു ക്രിസ്തു എത്ര വലിയവനെന്ന്. ഇനിയും അങ്ങോട്ട് വരുമ്പോൾ 11 തൊട്ട് 14 വരെ ഒരു വാണിങ് കേട്ടോ, മുന്നറിയിപ്പ്. ഇതിപ്പോ ഈ പുസ്തകത്തിൽ വാണിങ് ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കർത്താവ് എത്രത്തോളം വലിയവനെന്ന് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ വാണിങ് എന്ന് പറയുമ്പോൾ 11 ഞാൻ വേഗം വായിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കത്രേ പറ്റുകയുള്ളൂ. ഇവിടെ എന്നിട്ട് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുവാണ്. ഇനിയും ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. ഏതിനെക്കുറിച്ച്? ഇതിന്റെ തൊട്ടു മുമ്പിലത്തെ ഭാഗം നിന്നത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചു മരിക്കുന്നു. ഇനി മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തെ കുറിച്ചും ഒക്കെ ഇനി കൂടുതൽ പറയുവാനുണ്ട്. പക്ഷെ പറയാൻ സമയമില്ല. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവില്ല. നിങ്ങൾക്ക് പാല് മതി. സ്പിരിച്വൽ ആയിട്ട് മെച്ചർ ആകാൻ താല്പര്യമില്ല. ബേസിക് ആയിട്ട് എന്തു പഠിച്ചോ അതിലിരിക്കുക. ഗ്രഹണശക്തി ഇല്ല, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവരോട് പറയുക, കട്ടിയുള്ള ആഹാരം നിങ്ങൾ കഴിക്കണം. ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുണ്ടല്ലോ, ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കാനൊക്കത്തില്ല. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. ദൈവം വലിയ ശുശ്രൂഷകളെ ഏൽപ്പിക്കണം. ഭേദാഭേദങ്ങളെ നമ്മൾ വിവേചിച്ചറിയണം. ഡിസേൺമെന്റ് സ്പിരിറ്റ് നമുക്ക് ഉണ്ടാകണം, ഇല്ലേ? ഇതെല്ലാം മനസ്സിലാണെങ്കിൽ കട്ടിയുള്ള ആഹാരം നമ്മൾ കഴിക്കണം. ഈ പാൽ എന്ന് പറയുന്ന വചനത്തെ പാലായിട്ട് ഉപമിക്കുന്നുണ്ട്, അതല്ല പറയുന്നത്. ഇവർക്ക് വീണ്ടും ആ പഴയ കാര്യങ്ങളാ താല്പര്യം. ഈ യഹൂദ ക്രിസ്ത്യൻസിന് പഴയ ആചാരങ്ങള്, അതിൽ തന്നെ ഇരിക്കാതെ നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞു, ആ ഒരു രക്ഷയിലേക്ക് വന്നു, ഇനിയും വളരുവാനുള്ള ആഹ്വാനമാണ് ഇതിനു മുമ്പോട്ടുള്ള അധ്യായത്തിൽ എഴുത്തുകർത്താവ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊരു വാണിങ്ങോട് കൂടെ എന്നും ഇനി 6-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്.
ഈ വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.